ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് ആനന്ദിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ സൈഡിലുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്കിന്ന് സ്പെഷ്യലായിട്ടൊരു മാഗി മഞ്ചൂരിയൻ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം ഒരു പാൻ എടുത്തിട്ട് 1 ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു പാക്കറ്റ് മാഗിയും കൂടെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1-2 പാക്കറ്റ് മാഗി മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 മാഗി നൂഡിൽസും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഈ മാഗി മാറ്റാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് സവാളയും കൂടെ ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞ സവാളയും കൂടെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 കപ്പ് ക്യാരറ്റും ഒരു 1/2 കപ്പ് ക്യാപ്സിക്കവും കൂടെ, ഒരു 1/4 കപ്പോളം ക്യാപ്സിക്കം മതിയാകും. ഒരു 1/4 കപ്പം ക്യാപ്സിക്കവും ഒരു 2 പച്ചമുളക്, ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മസാലപ്പൊടിയും ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വിനീഗറും ഒരു ടീസ്പൂൺ ചില്ലി സോസും ഒരു ടീസ്പൂൺ സോയ സോസും ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് എന്നിട്ട് ഒരു ടേബിൾ സ്പൂണോളം മൈദയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫുള്ളും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ മിക്സ്ചറിൽ ഫുള്ള് നമ്മുടെ പൗഡേഴ്സ് എല്ലാം മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഒരു മീഡിയം സൈസ് ഒരുപാട് കൂടി പോകരുത്, ഒരു മീഡിയം സൈസിൽ നമുക്ക് ഓരോ ബോളാക്കി എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മാഗി ബോൾസ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്തിട്ട് മാറ്റി വയ്ക്കുക. എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 കപ്പ് സവാളയും ഒരു 1/2 കപ്പോളം ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഫുള്ള് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഒരു 1/2 കപ്പോളം സവാള, ചെറുതായിട്ട് എരിഞ്ഞ സവാളയും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒരുപാട് കൂടിപ്പോകരുത്, ഒരു 1/4 കപ്പ് വെള്ളമോളം മതിയാകും. അതിലേക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കാം. അതേപോലെ ഒരു ടീസ്പൂൺ സോയ സോസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫുള്ളും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ ചില്ലി സോസും കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. പുളി കൂടുതൽ വേണ്ട എന്നുള്ളവർക്ക് സോയ സോസ് കുറയ്ക്കാവുന്നതാണ്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മാഗി ബോൾസും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ബോൾസ് ഉടഞ്ഞു പോകാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അങ്ങനെ നമ്മുടെ മാഗി മഞ്ചൂരിയൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന റെസിപ്പി തന്നെയാണ്. എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കമൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. Thank you for watching guys, and please do subscribe to our channel. Thank you.